അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും നമ്മൾ ഒളിച്ച് നടക്കേണ്ടി വരുന്നത് നമ്മുടെ കടക്കാരെ ഓർത്തിട്ടാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ കടം വാങ്ങാറുള്ളത്. എന്നാൽ നമ്മുടെ കയ്യിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പണം എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകാറില്ല. അതുകൊണ്ട് തന്നെ കടം നൽകിയ വ്യക്തിയെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കാണമറയത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കാറുള്ളത്. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് അതിന് പരിഹാരം കണ്ടെത്തണം. എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക? എങ്ങനെ നമുക്ക് കടമില്ലാത്ത, അതല്ലെങ്കിൽ കടങ്ങൾ പെട്ടെന്ന് തീർത്തു കൊടുത്ത് നല്ല ഇസ്സത്തോടുകൂടെ, നല്ല ഐശ്വര്യത്തോടുകൂടെ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ബഹുമാനവും ആദരവും മനുഷ്യനെന്ന നിലയിൽ നമുക്ക് അല്ലാഹു തആല വലിയ ഇസ്സത്തും പ്രതാപവും നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് നൽകിയ ആദരവിനെപ്പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് സംവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് പലപ്പോഴും ദുനിയാവിൽ ഇസ്സത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ വേദനാജനകമായൊരു സന്ദർഭമാണ് നമ്മൾ കടം വാങ്ങിയിരിക്കുക എന്നുള്ളത്. പലപ്പോഴും അവർ തിരിച്ചു ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ മുഖം കെടാറുണ്ട്. എന്നാൽ നമുക്ക് ആ കടങ്ങൾ വളരെ പെട്ടെന്ന് തീർന്നു കിട്ടണം. നമ്മുടെ കടങ്ങൾ എത്ര വലിയ കടങ്ങളാണെങ്കിലും നമുക്കത് പെട്ടെന്ന് കൊടുത്തു വിട്ടാൻ കഴിയണം. അതിനുള്ള പരിഹാരം മഹാന്മാരവരുടെ മുജറബാത്തിൻ്റെ കിതാബുകളിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ, അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? അവർ പരീക്ഷിച്ച് അതിൻ്റെ ഫലം കണ്ടതാണ് അവരുടെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കടങ്ങൾ പെട്ടെന്ന് തീരാൻ വേണ്ടി അവിടെ ഒരു ദിക്ർ മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഇസാലത്തു ദുയൂൻ അഥവാ കടങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി മഹാന്മാർ ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരു ദിക്റാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അവിടെ ആ ദിക്ർ നല്ലപോലെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നല്ലപോലെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്, പകർത്തി എഴുതാവുന്നതാണ്, എഴുതി പതിവാക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ വലിയ പരിഹാരം നമുക്ക് കണ്ടെത്താവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടുകാരെ, നമുക്കത് പതിവാക്കാം. എല്ലാ നിസ്കാരങ്ങൾക്ക് പുറകെ 3 പ്രാവശ്യമാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. എങ്ങനെയാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്? എങ്ങനെയാണ് ആ ദുആ നടത്തേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഖാളിയദ്ദുയൂൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഖാളിയദ്ദുയൂൻ മിൻ ഖസാനതിക് അല്ലതി ബൈനൽ കാഫി വന്നൂൻ اقضي ديني ودين كل مديون. بسم الله الرحمن الرحيم يا قاضي الديون من خزانتك التي بين الكاف والنون اقضي ديني ودين كل مديون. بسم الله الرحمن الرحيم يا قاضي الديون من خزانتك التي بين الكاف والنون اقضي ديني ودين كل مديون എന്ന ദുആ നമുക്ക് എല്ലാ നിസ്കാരങ്ങൾക്കും പുറമെ 3 പ്രാവശ്യം നമ്മൾ നടത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വളരെ എളുപ്പത്തിൽ തീർത്ത് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.